a tangent PQ, a tangent PQ at point P of a circle of radius 5 centimeter meets a line through the center O at point Q, so that OQ is equal to 12 centimeter. Length of PQ is dash. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പടം തന്നിട്ടില്ല. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ പടം വരയ്ക്കുക എന്നുള്ളതാണ്. അത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്താണ് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ടാൻജന്റ് പി ക്യു എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കണം ഒരു സർക്കിൾ അങ്ങോട്ടേക്ക് വരച്ചേക്കണം. ഒരു സർക്കിൾ ഓക്കെ. ടാൻജന്റ് പി ക്യു എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഒരു ടാൻജന്റും കൂടെ അങ്ങ് വരച്ചേക്കണം. നമുക്കറിയാം സർക്കിളെ ടച്ച് ചെയ്യുന്ന ഈ ലൈനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പി എവിടെ വരും ക്യൂ എവിടെ വരും എന്ന് ബാക്കിയുള്ളതും കൂടെ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എ ടാൻജന്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ. അപ്പോൾ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങോട്ടേക്ക് റേഡിയസ് വരയ്ക്കുമ്പോഴാണ്. കാരണം അത് 90 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിരുന്നു. കണ്ടോ, ഇത് O ആണ്. ഈ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിയും ക്യൂ ഒന്നും അറിയത്തില്ല. ഇനിയും meets the, അതായത് ആ ടാൻജന്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ മീറ്റ്സ് എ ലൈൻ ത്രൂ ദ സെന്റർ ഓ അറ്റ് എ പോയിന്റ് ക്യൂ. അതിനർത്ഥം എന്താണെന്നറിയോ? ഈ ടാൻജന്റിലോട്ട് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് പോകുന്ന ലൈൻ വരച്ചാൽ അത് ഈ ടാൻജന്റിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് അപ്പൊ ഇത് പിയും ഇത് ക്യൂ ആണെന്ന് അർത്ഥം. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നിങ്ങൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ടാൻജന്റിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പടം. ഇത് പടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇത് ടാൻജന്റും ഇത് റേഡിയസും ആണെങ്കിൽ ഇതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഈ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. മാത്രമല്ല ഒ ക്യൂ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് 12 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻജന്റിന്റെ ലെങ്ത് ആണ്. നമുക്ക് ഇവിടെ 90 ഡിഗ്രി ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ ആണ് വേണ്ടത്. ഈ റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളിനകത്ത് നമുക്ക് ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രയാങ്കിൾ ആസ് എന്താണ് ആംഗിൾ ഒ പി ക്യു ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിന്റെ റീസൺ നമുക്ക് എന്താണെന്ന് അറിയാം. എന്താ? ടാൻജന്റിന്റെയും റേഡിയസിന്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രയാങ്കിൾ ഒ പി ക്യു എന്ന് പറയുന്നത് എന്താണ്? ഈസ് റൈറ്റ് ആംഗിൾഡ്. അങ്ങനെയാണെങ്കിൽ ബൈ പൈതഗോറസ് തിയറം നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. നമുക്കറിയാം ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, 90 ഡിഗ്രി വരുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ 90 ഡിഗ്രി ഈ പച്ചതണ്ട് ഇതാണ്, ഈ ആംഗിളാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ് ഹൈപ്പോടെന്യൂസ്. അപ്പൊ നമുക്ക് എന്തെന്ന് കൊടുക്കാം? നമുക്കിവിടെ അതിന്റെ 12 ആണ്. 12ന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് നമുക്ക് ഈ 5 ആയിട്ട് എടുക്കാം. 5 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിനെ നമുക്ക് പി ക്യു ആയിട്ട് എടുക്കാം, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അവിടെ നിന്ന് 144 ഈസ് ഈക്വൽ ടു 25 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരുന്നു. 25നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 144 മൈനസ് 25 ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരുന്നു. അവിടെ നിന്ന് 144ൽ നിന്ന് നമുക്ക് 121 വരും. ഓക്കെ, അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 144ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 124, അതിൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 119 ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ആൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യു സ്ക്വയർ. അപ്പൊ പി ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 119. ഇനി പി ക്യു കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആവത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പി ക്യു ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 119. ഇതായിരിക്കും ആ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ. മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. മനസ്സിലായവർക്ക് എല്ലാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒത്തിരി പേരുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. റിച്ചി എങ്ങനെയുണ്ട്? റിച്ചിക്ക് ഇത് കണക്ട് ആവുന്നുണ്ടോ? റിച്ചി ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കേൾക്കുന്നില്ല പറയുന്നത്. റിച്ചി ഇവിടെ ഉണ്ടോ? കേൾക്കുന്നില്ല. എനിവേ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോൾ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അത് പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഡ്രോ ഒരു സെക്കൻഡ്. ഡ്രോ വേണ്ട, ഒരു സെക്കൻഡ്. ഫ്രം പോയിന്റ് Q, the length of the tangents to a circle is 24 centimeter, and the distance of Q from the center is 25 centimeter. What is the radius of circle? സർ, പറഞ്ഞോ. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ പറ്റുമോ? കാണിക്കാം. അല്ല, ഒന്ന് വായിക്കാൻ പറ്റുമോ? From point Q, the length of tangent to a circle is 24 centimeter, and the distance of Q from the center is 25 centimeter. What is the radius of the circle? അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ ടാൻജന്റും റേഡിയസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കാം. അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ പോയിന്റ് Q, ദ ലെങ്ത് ഓഫ് ടാൻജന്റ് ടു എ സർക്കിൾ. അപ്പം ഞാൻ Q എന്ന് പറയുന്ന പോയിന്റ് ഇതുണ്ട്, ഇവിടെ ആയിട്ട് അങ്ങ് എടുക്കാം. Q എന്ന് പറയുന്ന പോയിന്റ് ഇതായിട്ട് എടുക്കാം. Q ആയിട്ട് എടുക്കാം. ഈ Qയിൽ നിന്ന് ഒരു ടാൻജന്റ് ദെൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. അപ്പം നമുക്കറിയാം ഫ്രം ദ പോയിന്റ് Q, ദ ലെങ്ത് ഓഫ് ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് 24 സെന്റിമീറ്റർ. അപ്പൊ ഈ സർക്കിളിലോട്ടുള്ള ടാൻജന്റിന്റെ ലെങ്ത് Qയിൽ നിന്ന് 24 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓഫ് Q ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പം സെന്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് Q വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 25 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇതായിരിക്കും അതിന്റെ റേഡിയസ്. ഇത് റേഡിയസ് ആണെങ്കിൽ നമുക്ക് അറിയാം, എപ്പോഴും അറിയാം, റേഡിയസും ടാൻജന്റും തമ്മിൽ, ഇതാണ് ടാൻജന്റ്, തമ്മിൽ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് എന്തായി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇതിന് നമുക്ക് വേണം P എന്ന് കൊടുക്കാം. അപ്പം OPQ ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ബൈ പൈതഗോറസ് തിയറം ഇങ്ങനെ എഴുതാം. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 25ന്റെ സ്ക്വയർ എടുക്കാം. ഈസിക്കൽ ടു ബേസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? ബേസ് എന്ന് പറയുമ്പോൾ 24 ആയിട്ട് എടുക്കാം. ഹൈപ്പോട്ടന്യൂസ് 25 എടുക്കാൻ കാരണം എന്താണെന്നറിയോ? എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് സെലക്ട് ചെയ്യേണ്ട ഏതാ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് എന്ത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പം ബേസ് 24 ആയിട്ട് എടുത്തു. പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്, OP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 25ന്റെ സ്ക്വയർ 625 ഈസിക്കൽ ടു 24ന്റെ സ്ക്വയർ 576 പ്ലസ് OP സ്ക്വയർ. നമുക്ക് OP സ്ക്വയർ ആണ് റേഡിയസ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നമുക്ക് 625 മൈനസ് 576 ഈസ് ഈക്വൽ ടു OP സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ റേഡിയസ് ആണ്, റേഡിയസിന്റെ സ്ക്വയർ ആയിട്ട് എടുക്കാം.
ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 49 കിട്ടുന്നു. അപ്പൊ റേഡിയസ് സ്ക്വയർ 45 ആണെങ്കിൽ റേഡിയസ് എന്ത് വരും? റേഡിയസ് എന്ന് പറയുമ്പോൾ √49 വരും. √49 വരും. √49 വരുമ്പോൾ അത് എത്രയാണ്? അത് 7 ആണ്. കഴിഞ്ഞ വർഷം പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച സർക്കിൾ എന്ന് പറയുന്ന സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉള്ള ഡെറിവേഷൻസ് അല്ല തിയറംസ് ഇവിടെ അപ്ലൈ ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ മുതൽ. അങ്ങനെയാണ്. അപ്പൊ അത് ഓർക്കണം. അതിനുവേണ്ടിയാണ് ഇന്നലെ അതുകൂടെ പഠിപ്പിച്ചെടുത്തത്. അത് ഓർത്തോണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. In figure, if TP and TQ are the two tangents to a circle with center O, so that angle POQ is equal to 110 degree and angle PTQ then angle PTQ is equal to then angle PTQ is equal to എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം അതിന് പടം അവർ തന്നിട്ടുണ്ട്. പടം നോക്കിക്കോണം. പടം തന്നെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടാൻജന്റ്, ഇവിടെ ഒന്നൊരു ടാൻജന്റ് ഉണ്ട്. അതേപോലെ തന്നെ ആ പോയിന്റിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ആ ടാൻജന്റ് തുടങ്ങുന്നത് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ്. അത് സർക്കിളിലോട്ട് വന്ന് ജോയിൻ ചെയ്തപ്പോൾ അത് പി ആയി. അതേപോലെ തന്നെ ഇങ്ങനെ സൈഡിൽ ജോയിൻ ചെയ്തപ്പോൾ അത് ക്യൂ ആയി. ഇനി സർക്കിളിന്റെ സെന്റർ ഇതാണ്. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമുക്ക് റേഡിയസ് വരയ്ക്കാം. ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ടും റേഡിയസ് വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ടാൻജന്റും റേഡിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. ഇത് 110 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാവുന്ന കാര്യം, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. നമ്മൾ എഴുതണം ഏതാ ആംഗിൾ എന്താ OPT ആൻഡ് ആംഗിൾ OQT ആർ 90 ഡിഗ്രി. റീസൺ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്. ഓക്കെ, അതുകൊണ്ട് അതെന്തായി? 90 ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? നോക്കിയോ, ഞാൻ ഇപ്പൊ വരച്ചേക്കിയത് ഇത് ഏത് ഷേപ്പിലായിരിക്കുന്നത്? ഒരു 4 സൈഡുള്ള ഫിഗർ അല്ലേ? 4 സൈഡുള്ള ഫിഗറിന്റെ മൊത്തം ആംഗിൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് എത്ര കിട്ടണമെന്ന് അറിയാമോ? 360 കിട്ടണം. അപ്പം അത് കിട്ടുമ്പോൾ അതിന് നമുക്ക് മൂന്ന് ആംഗിൾ ഉണ്ട്. ഒരു ആംഗിളേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അതിനെ നിങ്ങൾ എന്ത് എടുക്കുക? അതിനെ നിങ്ങൾ ആംഗിൾ ടി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയോ, അപ്പം അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: ആംഗിൾ പി പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 360 എന്ന് എടുക്കാം. ഓക്കെ, ആംഗിൾ പി എന്ന് പറയുന്നത് 90 ആണ്, ആംഗിൾ ഒ എന്ന് പറയുന്നത് 110 ആണ്, ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ആണ്, ആംഗിൾ ടി ആണ് കണ്ടുപിടിക്കേണ്ടത് 360. അപ്പം 90 180, 180 100 280, 290 290 പ്ലസ് ആംഗിൾ ടി ഈസ് ഈക്വൽ ടു 360. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ടി ഈസ് ഈക്വൽ ടു 360 മൈനസ് 290 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 70, അപ്പം 70 ആയിരിക്കും. എല്ലാവരും എപ്പോഴും ആലോചിച്ചോണം, ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുവാണെങ്കിൽ ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. കണ്ടോ? അപ്പൊ ഇത് 110, ഇത് 70 ആയി. അത് എങ്ങനെ വേണേൽ പ്രൂവ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു തിയറം ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ അങ്ങനെ ഒരു തിയറം ഉണ്ട്. ഏതാ? ഈ ആംഗിളോടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും എന്നുള്ളൊരു തിയറം നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നുള്ളൊരു
തിയറം നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, ശരിക്കും അങ്ങനെ ഒരു തിയറം ഉണ്ട്. നമ്മളത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ അത് കണ്ടുപിടിച്ചത്. കേട്ടോ? അപ്പൊ ഇത് 70 വന്നു. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഡൗട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എഴുതാനുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ വെയിറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടാൻജന്റ് PA and PB from a point P to a circle with center O are inclined to each other at an angle of 80 degree, then angle POA is dash. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഫിഗർ തന്നിട്ടില്ല. ഫിഗർ തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ തന്നെ വരയ്ക്കണം. ടാൻജൻസ് പി ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരേ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജന്റ് വരയ്ക്കുന്നതായിട്ട്, അതായത് തന്നെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു ടാൻജന്റ് തന്നെ ഇങ്ങോട്ടേക്ക് വരച്ചു, അതിനെ പി എന്ന് വിളിച്ചു. ആ പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് ഇങ്ങോട്ട് വരച്ചു, അതിനെ ഞാൻ പി ബി എന്ന് വിളിച്ചു. ഇത് പി എ, ഇത് എ, ഇത് ബി എ. ഇനിയും if tangent P and PB from point P to a circle with center O are inclined to each other. Inclined to each other എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ ചരിഞ്ഞിരിക്കുന്നു. ഇൻക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇൻക്ലൈൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് ഇങ്ങനായി മാറുമെന്ന് അർത്ഥം. അപ്പൊ ഇത് തമ്മിൽ രണ്ടുപേരും ഇൻക്ലൈൻ ചരിഞ്ഞല്ലേ ഇരിക്കുന്നത് സർക്കിളുമായിട്ട്. അപ്പൊ അത് ആ ചരിഞ്ഞിരിക്കുന്ന ആംഗിൾ ആണ് തന്നിരിക്കുന്നത് 80 ഡിഗ്രി. അതിനർത്ഥം ഈ ആംഗിൾ ആണ് 80 എന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് POA വരയ്ക്കണം. അപ്പൊ ഇവിടെ ഒരു റേഡിയസ്, ഇതാണ് O, ഇത് റേഡിയസ്, ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് POA നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ. നമ്മൾ വേറൊരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ ട്രയാങ്കിളിനെ രണ്ടാക്കാൻ പറ്റുമെന്നും ഈ ക്വാഡ്രിലാറ്ററലിനെ രണ്ടാക്കാൻ പറ്റുമെന്നും ആ രണ്ട് ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്ന ആ രണ്ട് ട്രയാങ്കിള് സിമിലർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും മറ്റേ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുമായിട്ടും കറസ്പോണ്ടിങ് ആംഗിളുമായിട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൂഫ് ഒക്കെ ഇന്നലെ പഠിപ്പിച്ചതാണ്. അതായത് ഈ ആംഗിള് ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും, ഈ ആംഗിള് ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഓട്ടോമാറ്റിക്കലി 90 ഡിഗ്രി ആയതുകൊണ്ട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതേപോലെ സൈഡ് നോക്കുവാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ റേഡിയസ് സൈഡ് തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് റേഡിയസ് ആണ്. ഈ ട്രയാങ്കിളിന്റെ ഈ ലെങ്തും അതേപോലെ ഈ ട്രയാങ്കിളിന്റെ ഈ ലെങ്തും രണ്ടും ടാൻജന്റ് ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. പിന്നെ മുകളിലത്തെ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നെയാണ് ഈ താഴത്തെ ട്രയാങ്കിളിന്റെ ഈ സൈഡ്. ഈ രണ്ട് കോമൺ സൈഡാണ്. അപ്പൊ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾ എക്സാക്ട്ലി സെയിം ആണെന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ റീസൺ ഇങ്ങനെ എഴുതേണ്ടത് നമുക്ക് ഇങ്ങനെ എഴുതാം: ആസ് ട്രയാങ്കിൾ OAP കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ OBP. അതിന്റെ റീസൺ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. എന്താണ്? നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? OA = OA എന്ന് എഴുതാം. അതേപോലെ തന്നെ OA = OB എന്ന് എഴുതാം. അത് റേഡിയസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത എന്താന്ന് എഴുതാം? AP PA = PB എന്ന് എഴുതാം. അതെന്താ? ടാൻജന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ ഇതും കൂടെ എഴുതാം. എന്താ? ആംഗിൾ OAP = ആംഗിൾ OBP. ഇന്നലെ തന്ന അതേ ഇത് തന്നെ, അത് 90 ഡിഗ്രി. ഓട്ടോമാറ്റിക്കലി അതെന്താ? രണ്ട് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി വരുന്ന രണ്ട് ആംഗിൾസ് ഏതൊക്കെയാ? ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും എന്തായിരിക്കും? തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം നോക്കിയോ, ഇത് 80 ആണെങ്കിൽ ഇത് 40ഉം ഇത് 40ഉം ആണ് അർത്ഥം. ആ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ മൊത്തം 80 ആണെങ്കിൽ പകുതി ആയിരിക്കുമല്ലോ. അപ്പൊ ആദ്യം
നിങ്ങൾ വേണ്ടി ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ ഈ റീസൺ എഴുതണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്കറിയാം ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് അറിയാം. ഓക്കെ, സിമിലർ അല്ല കോൺഗ്രുവന്റ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, therefore ആംഗിൾ APO പ്ലസ് ആംഗിൾ BPO ഈസ് ഈക്വൽ ടു എത്ര 80 ആണെന്ന് തന്നിട്ടുണ്ട്. APO എന്ന് പറയുമ്പോൾ തന്നെ ഇതും ഈ ആംഗിളും കൂട്ടുമ്പോഴാണ് 80 ആണെന്ന് തന്നിട്ടുള്ളത്. ശരിയല്ലേ? അപ്പൊ അതിനെ നമുക്ക് എത്ര വെച്ചാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ അതിനെ വേണമെങ്കിൽ എക്സ് വെച്ചെടുത്ത് 40 ആണെന്നുള്ള കാര്യം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ലോജിക്കലി 40 ആണെന്ന് അറിയാമെങ്കിലും നമ്മളത് എഴുതി കാണിക്കണം. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ ഈക്വലും ആണെങ്കിൽ നമുക്ക് എന്താണ് ഈസിക്കൽ ടു 80 എന്ന് എഴുതാം. എക്സ് പ്ലസ് എക്സ് ഈസിക്കൽ ടു 80 എന്ന് എഴുതാം. 2x ഈസിക്കൽ ടു 80 എന്ന് എഴുതാം. അവിടുന്ന് x ഈസിക്കൽ ടു 80/2 ഈസിക്കൽ ടു 40. അപ്പം ഇത് 40 കിട്ടി, ഓട്ടോമാറ്റിക്കലി ഇതും 40 ആയി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൊത്തം ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. മൊത്തം ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചാൽ ഇത് തന്നെയായിരിക്കും ഇത്, അതും കൂടെ ആഡ് ചെയ്താൽ മതി. ഞാൻ അടുത്തത് ഇൻ ട്രയാങ്കിൾ OAP. നമുക്കറിയാം ഇത് 90 ഡിഗ്രി അല്ലേ? അത് എന്തുകൊണ്ട് ആംഗിളും ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് എന്താണ് റേഡിയസ് ആണ്. അപ്പൊ ഞാൻ ആ ട്രയാങ്കിളിനകത്ത് ആംഗിൾ A പ്ലസ് ആംഗിൾ O പ്ലസ് ആംഗിൾ P ഈസിക്കൽ ടു 180 ഡിഗ്രി എടുക്കാൻ പോവാം. ആംഗിൾ A എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രി ആണെന്നറിയാം. ആംഗിൾ O എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ P എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്നറിയാം. ഈസിക്കൽ ടു 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ O ഈസിക്കൽ ടു 180 മൈനസ് 9 4 13 അപ്പം 130 എന്ന് വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 15 എഴുതാം. ശരിയല്ലേ? അപ്പൊ ആംഗിൾ O എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിളിന്റെയാ? ഈ ട്രയാങ്കിളിന്റെ മുകളിലത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾ O ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ O ആണ് നമുക്ക് എത്ര കിട്ടിയത്? 50 കിട്ടിയത്. ഓക്കെ ആണല്ലോ? അതായത് ഇത് 50 ആണെന്നർത്ഥം, ഇത് 50 ആണെന്നർത്ഥം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഇതും 50 തന്നെ ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ആംഗിൾ ആംഗിൾ എന്തെന്ന് എഴുതാം? AOP ഈസിക്കൽ ടു 50. സോ എന്താണ്? BOP എന്ത് തന്നെയായിരിക്കും? സോ ആംഗിൾ BOP എന്ത് തന്നെയായിരിക്കും? 50 ആയിരിക്കും. നമുക്കറിയാം അത് രണ്ടും കൂടെ കൂട്ടണം. ആംഗിൾ AOP പ്ലസ് ആംഗിൾ BOP ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആംഗിൾ AOB കിട്ടുന്നത്. അപ്പം 50 പ്ലസ് 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ആംഗിൾ AOB എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട. നേരത്തെ ഒരു ഡെറിവേഷൻ പഠിച്ചായിരുന്നെങ്കിൽ ഇത് 80 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. കാരണം 100ഉം 80യും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 180 കിട്ടണം. മനസ്സിലായോ? പക്ഷെ ആ തിയറി നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാനില്ല താനും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, ചെറുതാക്കാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്ത മോഡലിലും ചെയ്യാം. എങ്ങനെയാ? ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾ എന്താണ്? OAP പ്ലസ് ആംഗിൾ OBP പ്ലസ് ആംഗിൾ AOB പ്ലസ് ആംഗിൾ APB ഇങ്ങനെ ചെയ്താലും മൊത്തം 360 കിട്ടും. അപ്പൊ ഈ ആംഗിൾ നമുക്കറിയാം, അതിൽ നിന്ന് മൈനസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഇങ്ങനെ ഇത്രയും വലിച്ചു വാരി ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ ഇടയ്ക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, അതുപോലെ ചെയ്താലും മതി. ഞാൻ പല രീതിയിലും ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരുമ്പോൾ ഏതാണോ മെത്തേഡ് നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഈ രണ്ട് മെത്തേഡ് വെച്ച് ചെയ്യാം. അത് വേണമെങ്കിൽ എഴുതിയെടുത്തോ, ആ മെത്തേഡും വേണമെങ്കിൽ എഴുതിയെടുത്തോ, ആ ഒരു മെത്തേഡും വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഞാൻ ഇവിടോട്ട് എഴുതി കാണിക്കാം, നോക്കിക്കോളൂ. അതും കൂടെ വേണേൽ എഴുതിയിട്ടോ. OAPB ഈസ് എ ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ OAP പ്ലസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ PBO പ്ലസ് ആംഗിൾ AOB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 360 കിട്ടണം. ഓക്കെ. OAP എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. APB അവർ 80 തന്നിട്ടുണ്ട്. PBO വീണ്ടും 90 ഡിഗ്രി ആണെന്നറിയാം. പിന്നെ AOB ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 1 18 18 8 26 260 പ്ലസ് ആംഗിൾ AOB ഈസിക്വൽ ടു 360. ഓ, നമുക്ക് AOB അല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, POA അല്ലേ? ഏതാ കണ്ടുപിടിക്കുന്നത്? നമുക്ക് POA അല്ലേ?
ഓക്കെ, പി ഒ എ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 50 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കണ്ടോ. ഇവിടം വരെ ചെയ്താൽ മതി അത് കേട്ടോ. ഞാൻ എ ഒ ബി എന്നാ വിചാരിച്ചത്. ഇത് ചെയ്താൽ മതി, ഇത്രയും ചെയ്താൽ മതി. ഇത് ചെയ്യണ്ടേ, ഞാൻ ആ എ ഒ ബി എന്ന് പറഞ്ഞ് എ ഒ ബി ആന്ന് വിചാരിച്ചാണത്. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇത് വേണ്ട, ഇത്രയും മതി. ഇത്രയും മതിയെ. എന്നിട്ട് ഇവിടം വരെ മതി. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാമേ. ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാൻ ആ പാരലൽ കൺസെപ്റ്റ് പഠിപ്പിച്ചില്ലായിരുന്നോ, അതിന്റെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് the tangents drawn at the end of a diameter of a circle are parallel ആണ് പ്രൂവ് ചെയ്യുക. അതായത് നിങ്ങൾ ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് വരയ്ക്കുന്ന ടാൻജൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം, രണ്ട് ലൈന് പാരലൽ ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. ഒന്നെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിലുള്ള ആംഗിളിന്റെ സം 180 ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ശരിയല്ലേ? അതായത് രണ്ട് ലൈൻ പാരലൽ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ അതിന്റെ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നു. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി അതുമല്ല, ഈ ആംഗിളും ഈക്വൽ ആയാലും എന്ത് തന്നെയാണ്, അത് പാരലൽ ആയിരിക്കും, കാരണം അത് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഇനി അതുമല്ല, വേണമെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആവാം, ഈ ആംഗിളും വേണമെങ്കിൽ ഈക്വൽ ആവാം. അപ്പോഴും അത് എന്താണ്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ തന്നെയാണ്. അപ്പൊ രണ്ട് ലൈൻ പാരലൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരു സർക്കിൾ വരച്ചിട്ട് സർക്കിളിന് ഒരു ഡയമീറ്റർ വരച്ചു കൊടുത്തു. ആ ഡയമീറ്ററിന്റെ അറ്റത്ത് നിങ്ങളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു, ഇവിടെയും ഒരു ടാൻജന്റ് വരച്ചു. ഇത് രണ്ടെണ്ണം പാരലൽ ആകാനുള്ള, അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം പാരലൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പാരലൽ ആണ്. കാരണം എന്താ, നമുക്ക് ഇതിന്റെ പാരലൽ തിയറി വലിയ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ നോക്കിയേ. ഇത് രണ്ട് പാരലൽ ആണെങ്കിൽ ഈ ഡയമീറ്ററിനെ ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം. ശരിയല്ലേ? ഇത് ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം. ട്രാൻസ്വേഴ്സൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾ ഒന്നുമില്ല, പക്ഷേ ആംഗിൾ ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ, അതായത് ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതെന്താ, അത് പാരലൽ ആണ്. ഞാൻ നേരത്തെ അത് പറയാൻ മറന്നുപോയി. അതായത് ഇന്നലെ പറഞ്ഞതാണ്, പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ രണ്ട് ലൈൻ പാരലൽ ആയിട്ട് വരയ്ക്കുകയാണ്, ഇങ്ങനെ ട്രാൻസ്വേഴ്സൽ ആണ്. ഞാൻ പറഞ്ഞു ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ, അതേപോലെ തന്നെ ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ആംഗിളും കറസ്പോണ്ടിങ്, താഴത്തെയും അതേപോലെ തന്നെ ഈ ആംഗിളും കറസ്പോണ്ടിങ്. ഇനിയും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നാലും ഇതും ഈക്വൽ ആയിട്ട് വന്നാലും എന്താണ്, ഇതും പാരലാണ്. ഇതും ഈക്വൽ ആയിട്ട് കിട്ടിയാലും അത് പാരലാണ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ വരുന്ന രണ്ട് ആംഗിൾ, അതായത് ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 വരണം, അല്ലെങ്കിൽ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇങ്ങനെ വന്നാലും എന്ത് തന്നെയാണ്, ആ വരച്ചിരിക്കുന്ന രണ്ട് ലൈൻ പാരലാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഈ സർക്കിളിനെ കുറച്ച് നെയിം കൊടുക്കേണ്ടി വരും. നോക്കിക്കോളൂ, നമ്മളിവിടെ നെയിം കൊടുത്തിരിക്കുന്നത് സെന്ററിന് നമ്മൾ O ആയിട്ട് എടുക്കാം. സെന്ററിന് ഇങ്ങനെ വരച്ചിട്ട് സെന്ററിന് O ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് AB എന്ന് പറഞ്ഞ് ഡയമീറ്ററിനെ AB എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് അതിനെ ഒന്നെങ്കിൽ നമുക്ക് P എന്ന് കൊടുക്കാം,
എന്നിട്ട് ഇവിടോട്ട് ഒരു ഡോട്ട് ഇട്ട് അതിനെ നമുക്ക് Q എന്ന് കൊടുക്കാം. ഇവിടെ PQ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ R എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് S എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ആംഗിൾ ഓൺ ദ സെയിം സൈഡ് 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യുകയോ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുകയോ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുകയോ ചെയ്യാം. നോക്കി ഇവിടെ ആൾട്ടർനേറ്റ് നോക്കി, ഇത് രണ്ടെണ്ണം പാരലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് രണ്ടെണ്ണം പാരലാണ്. ഇതിനെ നിങ്ങൾ ട്രാൻസ്വേഴ്സൽ ആക്കി എടുക്കുവാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണല്ലോ. കാരണം എന്താ, നമ്മൾ പഠിച്ചിരിക്കുന്നത് ടാൻജന്റും റേഡിയസും അല്ലെങ്കിൽ ഡയമീറ്ററും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്, 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? ഇതൊരു ടാൻജന്റ് അല്ലേ, ഇതൊരു റേഡിയസ് അല്ലേ? അങ്ങനെ ടാൻജന്റും റേഡിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓട്ടോമാറ്റിക്കലി ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. കാരണം ഇതും ടാൻജന്റ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് കിട്ടി ഈ ആംഗിളിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിളാണ്. അപ്പം PAO എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? SBOയ്ക്ക് ഈക്വൽ ആണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ വന്നാൽ ആ രണ്ട് ലൈൻ പാരലൽ ആണെന്നുള്ള നിയമം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു, ഇല്ലയോ? ഇപ്പോഴും പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ്. നോക്കിക്കോളൂ, ഈ പടം വരച്ചിട്ട് ആദ്യം ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ട് എഴുതേണ്ടത് ആംഗിൾ PAO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് എന്താണ്? റേഡിയസ്. അപ്പോൾ റേഡിയസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ആംഗിൾ SBO എന്ന് പറഞ്ഞാലും 90 ഡിഗ്രിയാണ്. സെയിം റീസൺ തന്നെയാണ്. ഈ ആംഗിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആംഗിൾ, പിന്നെ പറഞ്ഞത് ഈ ആംഗിൾ. ഇനി നമുക്ക് എഴുതാം ആസ് angle POA and angle SBO are alternate interior angle, അത് രണ്ടും alternate interior angle ആയതുകൊണ്ട് therefore PQ എന്ന് പറയുന്ന ലൈനും RS is parallel to, parallel ഞാൻ ഇങ്ങനെ രണ്ട് ലൈൻ ഇങ്ങനെ ഇടുവാണ്, parallel to RS. ഇത്ര ഉള്ളൂ കാര്യം. ഇത്ര എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് the perpendicular at the point of contact, perpendicular at the point of contact to the tangent to a circle passes through the center. അത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് ടു ദ ടാൻജന്റ് ടു എ സർക്കിൾ പാസസ് ത്രൂ ദ സെന്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? ശ്രദ്ധിച്ചോണം, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു ടാൻജന്റിന് ഈ ക്വസ്റ്റിന്റെ അർത്ഥമാണ് പറയുന്നത്. ഒരു ടാൻജന്റ് എന്ന് പറയുമ്പോൾ എന്റേതാണ്. ആ ടാൻജന്റിന് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ അത് സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം. അതായത് ഇങ്ങനെ
ഇത് സെന്റർ ആണ്, ഇത് ടാൻജന്റ് ആണ്. ഈ ടാൻജന്റിന് പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. കണ്ടോ, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഈ ടാൻജന്റും ഈ സർക്കിളും ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നും ആ ടാൻജന്റിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ സെന്ററിൽ കൂടെ പാസ് ചെയ്യണം. അതായത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നും വരയ്ക്കുന്ന ഇത് ഈ സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യണം എന്ന് പ്രൂവ്, അല്ലെങ്കിൽ പാസ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ചോദ്യം. അതായത് ഇത് 90 ഡിഗ്രി ആവുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ഓൾറെഡി 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാലോ. അതായത് അത് റേഡിയസ് ആണ് ഡയമീറ്റർ ആണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ വരച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ അത് കൃത്യം റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ എന്ന് അറിയത്തില്ല. അത് സെന്ററിൽ കൂടെ പോകും എന്ന് തിരിച്ച് നമ്മൾ പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? അത് എന്താണ്, റേഡിയസ് ആണോ അല്ലെങ്കിൽ ഡയമീറ്റർ ആണോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഹിന്റ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ സർക്കിളിലോട്ട് ഒരു ടാൻജന്റ് വരച്ചു, ആ സർക്കിളും ടാൻജന്റും തമ്മിൽ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായി. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ആ വരച്ച ടാൻജന്റിന് ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്നത് സെന്ററിൽ കൂടെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇത് 90 ഡിഗ്രിയാന്ന് അവർ തന്നിട്ടുണ്ട്. പക്ഷെ 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇത് സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളത് ഒരു എന്തെങ്കിലും ഒരു ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ആലോചിക്കും. ഓക്കെ, ഇതിനൊക്കെ നെയിം കൊടുക്കാം. നെയിമിംഗ് കൂടെ ഒന്ന് കൊടുക്കാം. നെയിമിങ് ഇത് പി എന്ന് കൊടുക്കാം, ഇത് ആർ എന്ന് കൊടുക്കാം, ഇത് ഒ എന്ന് കൊടുക്കാം, ഇത് ക്യൂ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ സെന്ററിൽ കൂടെ പാസ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അതായത് ആ നീല ലൈനും അതേപോലെ തന്നെ ഈ പി ആർ എന്ന് പറയുന്ന ടാൻജന്റും തമ്മിൽ 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്നറിയാമോ? നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം നോക്കിയോ. നമുക്കറിയുന്ന കാര്യം നമ്മൾ ഇങ്ങോട്ട് എഴുതുകയാണ്. ക്യൂ പി പെർപെൻഡിക്കുലർ ടു പി ആർ എന്ന് തന്നിരിക്കുകയാണ്. അത് ഗിവൺ ആണ്, ശരിയല്ലേ? അത് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയി, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാവുന്ന തിയറം എന്താ? ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, OP is the radius. And is perpendicular to, അല്ലേ? And OP is the radius, P അല്ല അങ്ങനെ വേണ്ട. OP is the radius and PR is the tangent. Therefore നമുക്ക് ആംഗിൾ OPR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ രണ്ട് കാര്യങ്ങളും 90 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഇവിടുന്ന് വരയ്ക്കുന്ന ലൈൻ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നുള്ള ഒരു കേസാണ് വരുന്നത്. കാരണം ഇത് രണ്ടും 90 ഡിഗ്രി. ഇപ്പം ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇത് പെർപെൻഡിക്കുലർ ആണ് തിയറം വെച്ചിട്ട് കണ്ടുപിടിച്ചു. അതിനർത്ഥം എന്തുവാ? ആ രണ്ട് ലൈനും ആ സെന്ററിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് വരയ്ക്കുന്ന ലൈൻ എന്താ? സെന്ററിൽ കൂടെ ആണ് പോകുന്നത് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പം the above two condition is possible only when the line അല്ലെങ്കിൽ only when the center O lies on the line. ഇത് രണ്ടും പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ സെന്റർ എവിടെ ആയിരിക്കണം? അതായത് OP എന്ന് പറയുന്നത് നിങ്ങൾ റേഡിയസ് ആയിട്ട് എടുത്തു, PR എന്ന് പറയുന്നത് ടാൻജന്റ് ആയിട്ട് എടുത്തു. അത് എടുത്തെന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടില്ല, റേഡിയസ് ആണെന്നും തന്നിട്ടില്ല, നമ്മൾ എടുത്തതാ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ OPR 90 ഡിഗ്രി വരും. അതേപോലെ ആകെ തന്നിട്ടുള്ളത് QP പെർപെൻഡിക്കുലർ ടു PR എന്നാണ് തന്നിട്ടുള്ളത്. ഇത് ഗിവണാ. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ O എന്ന് പറയുന്നത് ശരിക്കും ഈ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കണം.
മനസ്സിലായോ? ഇതാണ് അതിന്റെ ആൻസർ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണോ തോന്നുന്നത് അത് ഇങ്ങോട്ടേക്ക് ചോദിക്കാം. ഞാനിപ്പോ പറഞ്ഞു തന്നു, അതിൽ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട് ഇങ്ങോട്ട് ചോദിക്കാം. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം, മിണ്ടാതിരിക്കരുത്. ഇതിന്റെ അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തെ എക്സസൈസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ തേണ്ടിയതാണ്. ക്വസ്റ്റ്യൻ എഴുതിയേക്കാം. ദ ലെങ്ത് ഓഫ് എ ടാൻജന്റ് ഫ്രം പോയിന്റ് എ at a distance 5 centimeter from the center of the circle is 4 centimeter. Find the radius of the circle. നിങ്ങൾ തന്നെ പടം വരയ്ക്കുക, നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ എഴുതുക. ഓക്കെ ആണല്ലോ? പടം തന്നിട്ടില്ല. എന്നിട്ട് അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ, അത് നമ്മൾ ചെയ്യാൻ പോവാം. എഴുതിക്കോളൂ. two concentric circles are of radius radii means radius 5 centimeter and 3 centimeter. Find the length of the chord of the larger circle which touches the smaller circle. ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5-6 പ്രാവശ്യം വായിക്കേണ്ടി വരും, എന്നാലേ അത് ക്ലിയർ ആകത്തുള്ളൂ. ഇപ്പൊ ഇവർ പറയുന്നത് 2 കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ അത് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സർക്കിൾ ഇങ്ങനെയും ഒരു സർക്കിൾ ഇങ്ങനെയും ഒരു സർക്കിൾ തന്നെ ഇങ്ങനെയും ഒരു സർക്കിൾ ഇങ്ങനെയും ഒരു സർക്കിൾ ഇങ്ങനെയും ഇങ്ങനെ വരുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു കല്ലെടുത്ത് കുളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേവ് കോൺസെൻട്രിക് സർക്കിൾ ആയിരിക്കും. ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും തമ്മിലുള്ളത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള 2 സർക്കിളിനെയാണ് ഇവിടെ അതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കിൾ തന്നെ ഇങ്ങനെ, അടുത്ത സർക്കിൾ തന്നെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ വരച്ചിരിക്കുക. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്നത് 2 കോൺസെൻട്രിക് സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം റേഡിയസ് 5 സെന്റിമീറ്റർ, ഞാൻ ജസ്റ്റ് ഇത് എന്റെ സെന്റർ എന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു റേഡിയസ് അതായത് 3 സെന്റിമീറ്റർ ഞാൻ ഇങ്ങോട്ടും, ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഈ ഡയറക്ഷനിലല്ലേ, ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുന്നത് വേറെ ഡയറക്ഷനിലാണ്. ഞാൻ ആ റേഡിയസ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ചെയ്യാണ്. അപ്പൊ ഇതൊരു റേഡിയസ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇതും എടുക്കുകയാണ്, ഇതൊരു റേഡിയസ്, ഇതൊരു റേഡിയസ്, കണ്ടോ, ഇതിന്റെ റേഡിയസ്. അപ്പം ഇത് 3 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആണ്. ഇത് 3 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ലാർജർ കോഡ് വിച്ച് ടച്ചസ് ദ സ്മോളർ കോഡ്. അതായത് ഈ ലാർജർ സർക്കിളിന്റെ ഒരു കോഡ് വരയ്ക്കണം. ലാർജർ സർക്കിളിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഇതൊരു കോഡ, ഇതൊരു കോഡ, ഇതൊരു കോഡ, ഇതൊരു കോഡ, ഇതൊരു കോഡ, ഇതൊരു കോഡ. പക്ഷെ ആ കോഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ കോഡ് വരയ്ക്കുമ്പോൾ ആ കോഡ് നമ്മുടെ എന്താണ്, ആ ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്തിട്ട് വേണം കോഡ് വരയ്ക്കാൻ. ആ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന കോഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ഇതാണ് അപ്പൊ ആ കോഡ്. ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഒന്നും ചെയ്യാനില്ല, സിമ്പിൾ ആണ്. നോക്കിക്കോളൂ, നമുക്കറിയാം ഇതായിരിക്കുമല്ലോ അതിന്റെ റേഡിയസ്, ഇതായിരിക്കും അതിന്റെ റേഡിയസ്. ഇങ്ങോട്ട് വരച്ചാലും അതിന്റെ റേഡിയസ് തന്നെയല്ലേ. അപ്പൊ ഇത് 3 എടുക്കാമല്ലോ. അപ്പൊ ഇത് റേഡിയസും നോക്കിയോ, ഇപ്പൊ ഈ ചെറിയ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് മാറി. ഇത് നമുക്ക് എ ബി എന്ന് കൊടുക്കാം, ഇത് നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം എഴുതുന്നത് എ ബി ബിക്കംസ്
becomes, that is chord AB becomes the tangent to the small circle. ശരിയല്ലേ? എ ബി എന്ന് പറഞ്ഞ കോഡ് എ ബി ഓഫ് ലാർജർ സർക്കിൾ എന്ന് കൊടുത്തേരെ. കോഡ് എ ബി ഓഫ് ലാർജർ സർക്കിൾ ബിക്കംസ് ദ ടാൻജന്റ് ടു ദ സ്മോളർ സർക്കിൾ. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് പി എന്ന് വല്ലതും കൊടുക്കാം, ഈ പോയിന്റിനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാലോ. അപ്പം ആംഗിൾ ഒ പി ബി എന്ന് പറഞ്ഞാലും ആംഗിൾ ഒ പി എ എന്ന് പറഞ്ഞാലും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നതായി മനസ്സിലാക്കാം. ഇനി ഞാൻ ആ വലിയ സർക്കിളിന്റെ റേഡിയസ് ഇങ്ങോട്ടേക്കും വരയ്ക്കാം. ഇതും റേഡിയസ് തന്നെയല്ലേ? വലിയ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? അത് എത്ര സെന്റിമീറ്റർ ആണ്? അത് 5 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? അതായത് നമ്മളിപ്പം വരച്ചത് നോക്കിക്കോളൂ, നമ്മൾ മുകളിലോട്ടും മുകളിലത്തെ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ആ രണ്ട് റേഡിയസും വരച്ചത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയോ, ഇപ്പം ഇങ്ങനെയും ഇതിന്റെ റേഡിയസ് വരയ്ക്കാമല്ലോ. ഞാൻ ഇതൊക്കെ തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കണ്ട, നിങ്ങൾ വരച്ചോ. ഇങ്ങനെയും ഇതും റേഡിയസ് തന്നെയല്ലേ? ഇത് ചെറിയതിന്റെ റേഡിയസ്, ഇത് വലുതിന്റെ റേഡിയസ്. ഇത് 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യത്തില്ലയോ? നോക്കിയേ. അപ്പം therefore OPB is a right triangle. അങ്ങനെയാണെങ്കിൽ നമുക്ക് hypotenuse square is equal to base square plus altitude square. ഇവിടുത്തെ hypotenuse ഈ 90യുടെ ഓപ്പോസിറ്റ് 5 ആണ്. 5 square is equal to base ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് PB ആണ്. PB plus altitude 3 ആണ്, 3 square. അപ്പൊ 25 is equal to PB square plus 9 എന്ന് വരുന്നു. ഈ 9നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 25 minus 9 is equal to PB square എന്ന് വരുന്നു. അവിടെ നിന്ന് PB is equal to 60. PB square is equal to 16. അവിടെ നിന്ന് PB is equal to എത്ര വരുന്നു? 4 വരുന്നു. ശരിയല്ലേ? അപ്പൊ PB 4 കിട്ടി. ഇനിയും നമുക്കറിയാം ഇതും റേഡിയസ് ആണ്, ഇങ്ങോട്ട് വരച്ചാലും ഇത് റേഡിയസ് തന്നെയല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, ഇത് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും 4 തന്നെയായിരിക്കും. അപ്പം എ ബി എന്ന് പറയുന്ന കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എ ബി എന്ന് പറയുമ്പോൾ 4 + 4 8 ആയിരിക്കും. അത് എഴുതണം കേട്ടോ. അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സിമിലർലി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സിമിലർലി ഇതിന്റെ താഴെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ. സിമിലർലി OPA is also right triangle. അപ്പൊ അതേപോലെ തന്നെ therefore നമുക്ക് എ പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എ പി ഈസ് ഈക്വൽ ടു എന്താ? എ പി എന്ന് പറയുന്നത് 4 തന്നെയാണ് അല്ലേ? നമുക്ക് അങ്ങനെ ചെയ്താലും ഇതും 5 ആണ്, ഇതും 3 ആണ്, ഇതുപോലെ തന്നെ വരുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. കോഡ് എ ബി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? എ പി പ്ലസ് പി ബി ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് 4 + 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അത് 8 എന്ന് വരും. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു 8 കേട്ടോ. കോഡിന്റെ ലെങ്ത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മസ്റ്റായിട്ടും ചോദിക്കണം ഡൗട്ട് ഉണ്ടെങ്കിൽ. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്ത് ചോദിക്കാം. ഇവിടെ നോക്കിക്കോളൂ. ഏബൽ ഓക്കെ ആണോ? ഏബലെ ഓക്കെ. അഭിനീത് ഓക്കെ ആണോ? അഭിനീത്, ആശിഷ്, ഹർഷിത, ഐറിൻ ജോഹാൻ, കാർത്തിക്, ദേവനന്ദ, പ്രസീദ്, റിച്ചി.
സിദ്ധാർത്ഥ്, അൻകിത്ത്, ഓക്കെ സാർ. രണ്ട് ശ്രേയ. ഓക്കെ ആണോ? ശ്രേയ ആനും കൂടെ പറഞ്ഞുതരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും. നാളെ വൈകിട്ട് ഈ മാത്സിന്റെ ബാക്കി എനിക്കൊരു 4-5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു ചെയ്യാൻ. അതുകൂടെ ചെയ്ത് നാളെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നിൽക്കട്ടെ.